ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ കുറച്ച് വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും അടുക്കള പാചക വിശേഷങ്ങളും എല്ലാം അടങ്ങിയ ഒരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാട്ടോ. ഇന്ന് ഇവിടെ നനയാണ്. അങ്കിള് നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ടൈമായി വന്നിട്ട്. കുറച്ച് ടൈമെന്ന് വെച്ചാൽ ഒരു എന്താ പറയണേ, വീട്ടിൽ നിന്നും വന്നിട്ട് 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തി. ഇവിടെ വന്നപ്പോഴത്തേനും തുടങ്ങി ദാഹം. ഈ ചൂടല്ലേ, ഭയങ്കര ചൂടാണ്. വീട്ടിൽ നിന്ന് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത്. ആ ചൂട് ശരിക്കും ആറിയിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതവിടെ വെച്ചിട്ട് വേഗം വണ്ടിയിൽ കയറി പോന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേ നല്ല ദാഹം. അപ്പോൾ ദാഹം വന്നു കഴിയുമ്പോൾ ഞാൻ എന്തോ ചെയ്തു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത്തിരി വെള്ളം അടപ്പത്ത് വെച്ചേക്കാണ്. അപ്പം അടപ്പത്ത് വെച്ചിപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തീയല്ലേ, തിളച്ചു. അപ്പം ഇനി ഞാനത് ചായ എടുക്കാൻ പോവുക. ആവി പൊന്തണ്ട്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുത്ത് വയ്ക്കുക. വെള്ളം കിടന്ന് വറ്റി പോകണ്ടല്ലോ. ഇനിയിപ്പോൾ അതിലേക്ക് എന്തെങ്കിലും നമുക്ക് അടപ്പത്തിടണമെങ്കിൽ അടപ്പത്ത് ഇടുകയും ചെയ്യാം. അടപ്പത്തിട്ടുകൊണ്ട് അവിടെ പോയി വല്ല പണിയും ചെയ്യുകയാണെങ്കിൽ, പണിയൊന്നും ചെയ്യലില്ല. ഇപ്പോൾ ഈ വേനൽക്കാലമായതുകൊണ്ട് ഒന്നും പണി ചെയ്യാൻ പറ്റില്ല. ചുറ്റിക്കറങ്ങി നടത്തി തന്നെയാണ്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒക്കെ നമുക്ക് പച്ച പിടിച്ച പലതും കാണാനും പിടിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ കറങ്ങി നടന്ന് എന്തെങ്കിലും കിളികളോടും ഒക്കെ സംസാരിച്ചൊക്കെയാണ് ഞാൻ ഇങ്ങനെ നടക്കുകയുള്ളൂ. ഈ പ്ലാവിൽ ഈ തവണ ചക്ക ഒടിവിലാണെന്നാണ് തോന്നണല്ലോ. ഒരെണ്ണം കാണുന്നില്ലല്ലോ. കാണുന്നില്ല. ഇതിൻ്റെ അപ്പുറം നിൽക്കണേമ ചക്കയുണ്ട്. അതിൻ്റെ അപ്പുറത്തെ പ്ലാവയിൽ ചക്ക പൊടിഞ്ഞിട്ടുണ്ട്. അത് വളഞ്ഞാണ് നിൽക്കുന്നത്. വലിയ ഓസ് വലിച്ചു കൊണ്ടുപോയാണ് ഓരോന്നിൻ്റെ കടയ്ക്ക് നനയ്ക്കുന്നത്. ഓസ് കുറേ നീളത്തിൽ പലതുണ്ട്. അപ്പോൾ ഇഴപ്പിച്ച് വെച്ച് അങ്ങ് എത്തവരെ നനയാണ് പതിവ്. ഓരോ സ്ഥലങ്ങളിലെ എന്താ പറയണേ, ഓരോ സ്ഥലങ്ങളിലല്ല, ഓരോ വളപ്പിലെയും ഞാൻ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് ജാതികളെല്ലാം ഉണങ്ങി നിൽക്കുന്നത്. പോവുള്ളൂ. അപ്പോൾ ഈ മോട്ടറടിച്ച് വൈദ്യുതിയും ഇല്ല. ഈ മോട്ടറടിച്ച് ഈ നനച്ച് എങ്ങനെ ഉണ്ടാക്കണേന് എന്തോരം കഷ്ടപ്പെടണ്ടെന്നുള്ളത് അറിയാമോ? വീട്ടിലെ കോവയ്ക്ക ആണ്. ഒരുപാടുണ്ടാകുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഞങ്ങൾക്ക് വിൽക്കാനായിട്ട് ഉണ്ട്. ഇവിടെ വന്ന ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയിക്കോളും. ആര് തേടിയും പോകേണ്ടതില്ല. വന്ന് അത്യാവശ്യക്കാർ വന്ന് മുൻപേ തരും. നല്ല നാടൻ കോവയ്ക്ക. ഇതെന്ന് വലിയ പരിചരണമൊന്നും വേണ്ട. വളരെ ഹെൽത്തിയാണ്. ബ്ലഡ് ശുദ്ധീകരിക്കാനൊക്കെ നല്ലതാണെന്ന് പറയുന്നു. ഇതിന് ഞങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് കൊടുക്കുന്നത് മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം, ഇതൊക്കെയാണ് ഇതിൻ്റെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഒന്നൊന്നരാടം ഇത്രയും വീതം കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ 2 കിലോ ഉണ്ട് തൂക്കി നോക്കിയിട്ട്. ഇവിടെ ആവശ്യക്കാരേറെയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് ആവശ്യമനുസരിച്ച് കൊടുക്കുന്നുമുണ്ട്. ചക്ക താങ്ങാനുള്ള ശക്തി ആ തണ്ടിനില്ല. കണ്ടോ, ഞാൻ കുറേയൊക്കെ ഒടിച്ച് കളഞ്ഞു. ഒരെണ്ണം മാത്രം വെറുതെ നിർത്തിയേക്കണതാണ്.
അപ്പം അത് കിടക്കണത് അതിൻ്റെ ആരോഗ്യത്തിന് ഇത്തിരി കേട് പോലെ എനിക്ക് തോന്നുക. അതുകൊണ്ടൊന്ന് ഞാൻ ഇട്ട് വീട്ടിൽ കൊണ്ടുപോവുകയാണ്. ചക്കയിൽ ചുളയൊക്കെ ഉള്ളത് ഹോട്ടലും ഒന്നും കാണുന്നില്ല. ഉള്ളത് നല്ലതാണെന്ന് തോന്നണു കണ്ടിട്ട്. അമ്പഴങ്ങ അത് വെയിൽ കാരണേ നല്ല വെയിലായി ഈ വളപ്പിലേക്ക്. അപ്പോൾ അതിൻ്റെ ഈ വശമൊക്കെ ഉണങ്ങിപ്പോയി. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇപ്പം ചക്കയുടെ സീസണല്ലേ. ചക്ക വരും കാലങ്ങളിലേക്ക്, വരും മാസങ്ങളിലേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് നമ്മളിങ്ങനെ ചെയ്താൽ മതി. പച്ച ചക്ക ഇതുപോലെ നുറുക്കിയെടുത്ത് കുറച്ച് വെള്ളം മടപ്പത്ത് വെച്ച് ആവി പാത്രത്തിൽ വെച്ച് ഇത് 3/4 വേവ് പിളുങ്ങരുത്, ആ ഒരു പരുവത്തിൽ ആക്കിയെടുത്തിട്ട്, ഇതിപ്പം ഞാൻ ആക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനി ടേബിളിൽ കൊണ്ടുപോയി എന്തെങ്കിലും നിരത്തി വെച്ച് ഫാനിട്ട് പെട്ടെന്ന് അതിൻ്റെ ചൂടൊക്കെ കളഞ്ഞെടുത്തിട്ട് നമ്മൾ നല്ല കാറ്റ് കിടക്കാത്ത കവറുകളിലാക്കിയിട്ട് ഫ്രീസറിൽ ആണ് സൂക്ഷിക്കേണ്ടത്. അപ്പം ഞാനൊരു കൊല്ലം വരെയൊക്കെ അങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ച ചക്ക ഉപയോഗിച്ചിട്ടുണ്ട്. ആർത്തിച്ച് ആറ്റ് നോക്കിയിരുന്ന് ഇപ്പൊ ഇരുട്ടായിപ്പോൾ ഞങ്ങൾക്ക് ഒരു മഴ പെയ്ത് കിട്ടി. അത് എവിടെ വരെ ആ മഴ എത്തിയിട്ടുണ്ട് എന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഈ മഴയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടതിൽ ഞാൻ പരിതാപകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അധികാരികൾ ഇത് കാണാൻ മറക്കരുത് എന്നുള്ളത്. കാരണം അതുപോലെയാണ് ജാതി മരങ്ങൾ ഉണങ്ങി നിൽക്കണ കണ്ടത്. അത് ഞങ്ങളുടേതല്ല, എന്നാലും അത് എത്രമാത്രം അധ്വാനിച്ച് അവിടെ വരെ നല്ല കായ്ഫലം കിട്ടിക്കൊണ്ടിരുന്ന ജാതി മരങ്ങൾ ആ വളപ്പിലുള്ളത് മൊത്തം ഉണങ്ങിപ്പോയി എന്നാണ് എനിക്ക് തോന്നണേ. നിസ്സാരം മാത്രമേ ഉള്ളൂ. അതോ ആ വളപ്പിൻ്റെ പൊടയൻ ഇവിടെ ഇല്ല, പുറത്താണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ വരും എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. പണിക്കാരെ നിർത്തിയിട്ടുണ്ടാകാം, അവർ പോയി നോക്കിയിട്ടുണ്ടാകാം. പക്ഷേ വെള്ളം ഏത് വഴിക്ക് അവർക്ക് കിട്ടും? വൈദ്യുതി ഇല്ല. കനാല് വെള്ളം കൊണ്ടാണ് ഈ കാലം അത്രയും ഇത് സംരക്ഷിച്ച് പോന്നുകൊണ്ടിരുന്നത്. ഇപ്പം കനാല് വെള്ളം എന്ന് പറഞ്ഞ സംഭവം അതുവഴി വല്ല കാലത്തിലും ഒന്ന് വന്ന് കിട്ടി അടുത്തുള്ളവരൊക്കെ അത് എടുക്കും. അറ്റത്തുള്ളവർക്ക് കിട്ടില്ല. കേട്ടറിഞ്ഞ് ചെല്ലുമ്പോഴത്തേനും വെള്ളം നിർത്തി എന്ന് പറയുകയും ചെയ്യും. എനിക്ക് കണ്ടിട്ട് ഞങ്ങളുടേതല്ല അത്, എങ്കിൽ പോലും എനിക്കത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഒരുമാതിരി മഴ പെയ്തു. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ, അധികം ഒന്നും ഇല്ല. അപ്പോൾ ഇരുട്ടാണ്. റോട്ടിൽ കൂടെയൊക്കെ നല്ല വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ചക്ക ഒരു കഷ്ണം പഴുത്തത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാലും പറ്റില്ലല്ലോ. കുറേശ്ശെ വെട്ടി ഞങ്ങൾ തിന്നുകൊണ്ടിരുന്നേ. ഒന്നും അങ്ങനെ തിന്നുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ. അപ്പോൾ തോന്നി ഇത് പറിച്ചെടുത്ത് വേവിച്ച് അടയോ അല്ലെങ്കിൽ അപ്പമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ചക്ക ഉള്ളവർക്ക് ഇതിൻ്റെ വില അറിയില്ല. എന്നുമേ ചക്ക, നമ്മൾ കേരളീയർക്ക് ചക്ക അത്രയ്ക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ചക്ക വെച്ചത്. പഴുത്തതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ചക്ക ഇല്ലാത്ത
ഈ ചക്കയുടെ നാട്ടിൽ നിന്നും ദൂരങ്ങളിൽ പോയേക്കണ മക്കൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു കൊതിയായിരിക്കുമല്ലോ. അതും നല്ല കളറുള്ള ചക്കയൊക്കെ കാണുമ്പോൾ. ഇപ്പം നമ്മുടെ മോൻ കാനഡയിലാണ്. അപ്പോൾ കൊച്ചിനിടയ്ക്ക് ചക്കയുടെ ഇത് വരുമ്പോൾ ചക്ക വേണമെന്ന് പറയുമ്പോൾ അവർ മേടിച്ചൊക്കെ കൊടുക്കാറുണ്ടേ. 2 3 ചുളയ്ക്ക് പോലും ഭയങ്കര വിലയാണ്. എത്രയെന്ന് ഞാൻ ഓർക്കണില്ല. ഒരു തുണ്ടം മേടിച്ച് കൊച്ചിന് കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അവിടെ അതിൻ്റേതായ ഭയങ്കര വിലയാണല്ലോ. അങ്ങനെയാണ് ഇവിടുന്ന് പോയേക്കണവർക്ക് ചക്ക കാണുമ്പോൾ മേടിക്കാണ്ട് പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ചക്കയോട് താല്പര്യമുണ്ടോ ഇല്ലയാവോ. മടലൊന്ന് നീക്കം ചെയ്യട്ടെ. ഒന്നോലെ മിക്സിയിലിട്ട് അടിച്ച് വെള്ളം വറ്റിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ വേവിച്ച് വയ്ക്കുക. ഇതിലേതെങ്കിലും ചെയ്യണം. അല്ലേ കളറാട്ടോ ഇതിന്, നല്ല കളറാണ്. വയലേക്ക് പോണേ. എന്തായാലും ഒരപ്പത്തിനുള്ളതുണ്ടാവും. അടയും അപ്പവും പാകമായി. പൊടിച്ച് നോക്കട്ടെ. ഞാൻ എങ്ങനെയാണ് ഇല മടക്കിയില്ല. തളിരായിട്ടുണ്ടാക്കിയതാണ്, അതുകൊണ്ട് മടക്കിയില്ല. നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റാണ്. ചിലർക്ക് ഈ അടയ്ക്ക് ഇത്തിരി ബലം വേണമെന്നുള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ചക്ക കുറച്ചിട്ട് പൊടി കൂടുതലിട്ട് ചെയ്താൽ ഇതിനിത്തിരി കൂടെ മുറുക്കം കിട്ടും. പിന്നെ സോഫ്റ്റായിട്ട് നമ്മൾ പച്ചനെ തന്നെ കൂടുതൽ ചക്ക എടുത്ത് കുറച്ച് പൊടിയിട്ടുണ്ടാക്കിയാൽ തിന്നാൻ കൊള്ളില്ല കേട്ടോ. ഇത് ഇങ്ങനെയാക്കി നമ്മൾ വിളയിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ എടുത്താൽ നല്ലതാണ്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്.